കുട്ടികളെ അപ്പൊ അത്രയും കാര്യം ക്ലിയർ ആയല്ലോ. ഇ ഈസ് ഈക്വൽ ടു E0 മൈനസ് EI. ഓക്കെ, ഈ EI എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് ആണ്, ശരിയല്ലേ? ആ ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്താണ് പറയൂ? അത് എവിടെയാണ് ആ ഇലക്ട്രിക് ഫീൽഡ് ഇരിക്കുന്നത്? ഈ രണ്ട് കപ്പാസിറ്റർ പ്ലേറ്റുകൾക്കിടയിലാണ്, ശരിയല്ലേ? അപ്പോൾ അതിന്റെ ഇക്വേഷൻ എന്താണ്? ഈ റീജിയനിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്താണ് പറയൂ? ഈ റീജിയനിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ സിഗ്മ ബൈ എപ്സിലോൺ 0 ആണ്, നമ്മൾ പറഞ്ഞതാണ്, ശരിയല്ലേ? അപ്പോ ഈ ഐ ആണ് സിഗ്മ ഐ ബൈ എപ്സിലോൺ 0. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. E is equal to, ഓർ ഈ സ്റ്റെപ്പിനെ നമുക്ക് ഒന്നുകൂടെ എഴുതാം. E is equal to E0 മൈനസ് സിഗ്മ ഐക്ക് പകരം P എന്ന് എഴുതുന്നു. P എന്താണ്? ആലോചിച്ച് നോക്കൂ, എന്താണ് P? നമ്മൾ മുമ്പേ പറഞ്ഞല്ലേ, ആ P എന്ന് പറഞ്ഞാൽ പോളറൈസേഷൻ വെക്റ്റർ ആണ്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ്. എന്തുകൊണ്ട് സിഗ്മ ഐക്ക് പകരം P എഴുതി? അത് രണ്ടും തമ്മിൽ എന്തുണ്ട്? ഒരു ബന്ധമുണ്ട്, മനസ്സിലായില്ലേ? സിഗ്മ ഐയും പിയും തമ്മിൽ. ഓക്കെ, ഈ സിഗ്മ ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡ്യൂസ്ഡ് സർഫസ് ചാർജ് ഡെൻസിറ്റി ആണ്. അതായത് ഈ എവിടെയാണ് നമ്മുടെ ഡൈഇലക്ട്രിക്കിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെട്ട സർഫസ് ചാർജുകൾ, അവരുടെ സർഫസ് ചാർജ് ഡെൻസിറ്റി ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ? ചാർജ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ്, അല്ലേ? അതിവിടെ ഇരിക്കട്ടെ, ഞാൻ ഇവർ രണ്ടുപേരും തമ്മിലുള്ള റിലേഷൻ ആണ് പറയുന്നത്. ഓക്കെ, സിഗ്മ ഐക്ക് പകരം, അതായത് സിഗ്മ ഐയും പിയും ഒന്ന് തന്നെയാണ്, മാഗ്നിറ്റ്യൂഡ് വൈസ് ഒന്ന് തന്നെയാണ് എന്ന് ഞാൻ പറയാൻ പോവുകയാണ്. അപ്പൊ ഈ സിഗ്മ ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? ചാർജ് ബൈ ഏരിയ. ഇനി പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൈപോൾ മൊമെന്റ് ബൈ വോളിയം ആണ്, ശരിയല്ലേ? ശരിയല്ലേ കുട്ടികളെ? ഡൈപോൾ മൊമെന്റ് പെർ യൂണിറ്റ് വോളിയം അല്ലേ പോളറൈസേഷൻ? അതായത് ഒരു വോളിയം എലമെന്റിൽ എന്തുമാത്രം ഡൈപോൾ മൊമെന്റ് ഉണ്ട് എന്നതിന്റെ അളവാണ് പോളറൈസേഷൻ. അത് നമ്മൾ പറഞ്ഞതാണ്, ശരിയല്ലേ? ഈ ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചാർജ് ഇൻറ്റു ലെങ്ത്, ശരിയല്ലേ? ചാർജ് ഇൻറ്റു ലെങ്ത് അല്ലേ ഡൈപോൾ മൊമെന്റ്. ഈ വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? വോളിയം, നിങ്ങൾ വോളിയത്തിനെ ലെങ്ത് ക്യൂബ് എന്ന് എക്സ്പ്രസ് ചെയ്തുകൂടെ കുട്ടികളെ? ലെങ്ത് ക്യൂബ്, എൽ ക്യൂബ്. അപ്പൊ ദേ ഇവിടെ ഒരു ലെങ്ത്, ഇവിടെ ഒരു ലെങ്തിന്റെ ക്യൂബ്. അപ്പൊ രണ്ടും ഒരു ലെങ്ത് ക്യാൻസൽ ചെയ്തിട്ട് ഇവിടെ ലെങ്ത് സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? എന്ന് വെച്ചാൽ പോളറൈസേഷനെ ചാർജ് ബൈ ലെങ്തിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞ ഏതാണ് കുട്ടികളെ? ഏരിയ അല്ലേ? അതല്ലേ ഈ സർഫസ് ചാർജ് ഡെൻസിറ്റി. അപ്പോ അതിന് പകരം P എന്ന് എഴുതിക്കൂടെ? അല്ലാതെ വേറെ റിലേഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയണമെന്നുണ്ട്, അത് നമ്മുടെ സ്കോപ്പിന് പുറത്താണ്. നിങ്ങൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ഇത്രയും അറിഞ്ഞിരിക്കുക, സിഗ്മ ഐക്ക് പകരം നമുക്ക് P എന്ന് കൊടുക്കാം. ഇനി ഒരു ലീനിയർ ഐസോട്രോപിക് ഡൈഇലക്ട്രിക്കിനെ സംബന്ധിച്ചിടത്തോളം ഈ പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ കൈ എപ്സിലോൺ 0 E ആയിരിക്കും. അത് നമ്മൾ മുമ്പ് പറഞ്ഞതാണ്, കൈ ഇലക്ട്രിക് സസെപ്റ്റിബിലിറ്റി ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് സിഗ്മ ഐയിൽ നിന്നും പിയിലേക്ക് എത്തി, പിക്ക് പകരം ഇത് കൊടുക്കാം. അപ്പൊ E is equal to E0 മൈനസ് പിക്ക് പകരം ഇത് കൊടുത്തൂടെ? കൈ എപ്സിലോൺ 0 E, കൈ എപ്സിലോൺ 0 E. ഓക്കെ, കൊടുക്കുന്നു, ഡിവൈഡഡ് ബൈ ഒരു എപ്സിലോൺ 0 താഴെ ഉണ്ട്. അപ്പൊ ഈ എപ്സിലോൺ 0 ക്യാൻസൽ ചെയ്തൂടെ? മനസ്സിലായോ? ഓക്കെ, ഇവിടെ എന്തുകൊണ്ടാണ് E എന്ന് കൊടുത്തത്? കാര്യം റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് ആണ് E, അതാണ് ഈ ഇക്വേഷനിൽ വരുന്നത്. മനസ്സിലായോ? ഈ ഡൈഇലക്ട്രിക്കിലൂടെ പാസ് ചെയ്യുന്ന റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് ആണ് ഏത്? E. മനസ്സിലായോ? അതാണ് ഈ ഇക്വേഷനിൽ വേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ E എന്ന് കൊടുത്തത്. എന്നിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, എപ്സിലോൺ 0 ക്യാൻസൽ ചെയ്യുന്നു, ഇങ്ങനെ കിട്ടുന്നു. ഇനി നമ്മൾ ചെയ്യുന്നത് ദാ ഈ കൈ ഇയെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അപ്പൊ എന്തായി? ഇയാൾ ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് ആയി. E പ്ലസ് കൈ E ഈക്വൽ ടു E0. ഈ കൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രിക് സസെപ്റ്റിബിലിറ്റി ഓഫ് ദ മീഡിയം, ഡൈഇലക്ട്രിക് മീഡിയം. അപ്പൊ E പ്ലസ് കൈ E ഈസ് ഈക്വൽ ടു E0. E0 എന്ന് പറഞ്ഞാൽ നമുക്ക് ഉണ്ടായിരുന്ന എക്സ്റ്റേണൽ ഫീൽഡ് ആണ്. അപ്പൊ നോക്കിക്കേ, ഇതിനകത്ത് നിങ്ങൾ ഇതാ ഒരു E ഇങ്ങ് പുറത്തെടുത്താൽ ബാക്കി ആരുണ്ട്? ഇവിടെ 1 പ്ലസ് കൈ അല്ലേ? ഈ കോമൺ എടുത്തു കഴിഞ്ഞാൽ 1 പ്ലസ് കൈ. അപ്പൊ E0 ഈക്വൽ ടു, തിരിച്ചെഴുതുമ്പോൾ E0 ഈക്വൽ ടു 1 പ്ലസ് കൈ ഇൻറ്റു E എന്ന് എഴുതിക്കൂടെ? എഴുതാമോ? ഇനി E0 ദാ, ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നു, ഈ E ഇങ്ങ് താഴെ കൊണ്ടുവരുന്നു. അപ്പൊ E0 ബൈ E. ഈ E0 എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ? ഈ ഡൈഇലക്ട്രിക് അവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ, അവിടെ വാക്യൂം ആയിരുന്നെങ്കിൽ അവിടെ ഉള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ് E0. ഈ E എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സ്ഥലത്ത് ഇപ്പോ വാക്യൂം അല്ല, ഡൈഇലക്ട്രിക് ഇരിക്കുകയാണ്, ആ സ്പേസ് മുഴുവൻ ഫില്ല് ചെയ്ത് അതിലൂടെ പോകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഏതാണ്? E ആണ്.
ഇനി നിങ്ങളോട് പറയുന്നു, നമ്മൾ മുമ്പ് എവിടെയോ ഒരു ഡെഫിനിഷൻ കേട്ടിട്ടില്ലേ? ദ റേഷ്യോ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻ വാക്യൂം ടു ഇലക്ട്രിക് ഫീൽഡ് ഇൻ ദ മീഡിയം. എന്താണത്? ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് കെ. ശരിയല്ലേ? അപ്പൊ ഈ 1 + chi = k എന്ന് കൊടുത്തൂടെ? വേർ k ഈസ് ദ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഓഫ് ദ ഡൈഇലക്ട്രിക്. ശരിയല്ലേ? നമ്മൾ ഇങ്ങനെ ഒരു ഡെഫിനിഷൻ പഠിച്ചിട്ടില്ലേ? ഉണ്ട്. അപ്പോ പുതിയൊരു കെ വരുന്നു ഇവിടെ, ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. നമ്മൾ മുമ്പ് പരിചയപ്പെട്ട തന്നെയാണ്. നമ്മുടെ ഈ ഒരു കേസിലേക്ക് അയാൾ കടന്നു വരികയാണ്. 1 + chi = k. അപ്പോ ഇലക്ട്രിക് സസെപ്റ്റിബിലിറ്റി, ആ ഡൈഇലക്ട്രിക്കിന്റെ ഇലക്ട്രിക് സസെപ്റ്റിബിലിറ്റിയോട് 1 കൂട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് കിട്ടും. അപ്പോൾ 1 + chi = k, വേർ k ഈസ് ദ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഓഫ് ദ ഡൈഇലക്ട്രിക്. ഈ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് നമ്മൾ വിളിക്കുന്ന മറ്റു പേരുകളാണ് സ്പെസിഫിക് ഇൻഡക്റ്റീവ് കപ്പാസിറ്റൻസ് അല്ലെങ്കിൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്നും വിളിക്കും. എന്താണ് നമ്മൾ വിളിക്കുന്നത്? സ്പെസിഫിക് ഇൻഡക്റ്റീവ് കപ്പാസിറ്റൻസ് അല്ലെങ്കിൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി. അപ്പൊ E0/E = k എന്ന് കൊടുക്കാം. ശരിയല്ലേ? ഈ കെയുടെ വാല്യൂ 1 കൂടുതലാണ്. കാര്യം ഇത് വാക്യൂം അല്ല, മറ്റൊരു മീഡിയമാണ്. ഓക്കെ, അപ്പൊ E0 എന്നത് ഇത് എന്തുകൊണ്ടാണ് കെയുടെ വാല്യൂ 1 കൂടിയത്? E0 കുറവല്ലേ E? അതായത് E0 എന്ന് പറഞ്ഞാൽ വാക്യൂത്തിൽ കൂടി പോകുന്ന ഇലക്ട്രിക് ഫീൽഡ്. അതായത് ഈ റീജിയനിൽ വാക്യൂം ആയിരുന്നെങ്കിൽ ഇങ്ങനെ. എന്നാൽ ഇവിടെ ഡൈഇലക്ട്രിക് വെച്ചപ്പോ ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് വന്നു ഇയാളെ ഒപ്പോസ് ചെയ്യാൻ. അപ്പൊ റിസൾട്ടന്റ് ആണ് E. അത് എപ്പോഴും E0 കുറവാണ്. കാര്യം ഇയാളിൽ നിന്ന് കുറെ കാര്യം പോയിട്ടല്ലേ ഇത് വരുന്നത്. ഇയാൾ ഒപ്പോസ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 50 ന്യൂട്ടൺ ഇങ്ങോട്ട് 20 ന്യൂട്ടൺ ഇങ്ങോട്ട്. റിസൾട്ടന്റ് എത്ര? 50 - 20 30. അത് 50 കുറവല്ലേ? ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, 50 കുറവല്ലേ അത്? അപ്പൊ E0 ആണോ കൂടുതൽ, E ആണോ കൂടുതൽ? E0 ആണ് കൂടുതൽ. അപ്പോ ന്യൂമറേറ്റർ കൂടുതൽ, ഡിനോമിനേറ്റർ കുറവ്. അപ്പോ ശരിയല്ലേ അത്? എന്ന് വെച്ചാൽ k 1 കൂടുതലല്ലേ? അപ്പൊ E0/E > 1 അല്ലേ? എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താണ്? നമ്മൾ മുമ്പേ പറഞ്ഞു E0 E കൂടുതലാണ്. എന്ന് വെച്ചാൽ E0 കുറവാണ്. അപ്പൊ എന്ത് പറ്റി? ഒരു റിസൾട്ട് നമുക്ക് കിട്ടിയില്ലേ? എന്താണ് നമുക്ക് കിട്ടിയ റിസൾട്ട്? ഒരു ഡൈഇലക്ട്രിക് സ്ലാബ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്തു? റെഡ്യൂസ് ചെയ്തു, കുറഞ്ഞു. എന്താണ്? ഇതാ വായിക്കാം, ഈ സ്റ്റേറ്റ്മെന്റും കൂടി വായിച്ചിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. എന്താണ്? when a dielectric slab is introduced between the two plates of a parallel plate capacitor, the electric field is reduced. ഒരിക്കൽ കൂടി വായിക്കുന്നു. when a dielectric slab is introduced between the two plates of a parallel plate capacitor, the electric field is reduced. കണ്ടോ? രണ്ട് പാരലൽ പ്ലേറ്റുകൾക്കിടയിൽ ഒരു കപ്പാസിറ്ററിന്റെ രണ്ട് പ്ലേറ്റുകൾക്കിടയിൽ ഡൈഇലക്ട്രിക് സ്ലാബ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് റെഡ്യൂസ് ചെയ്തു. അപ്പൊ ഇത്രയും കാര്യം മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ നോട്ടിലേക്ക് എഴുതുക. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അടുത്തതായി നമ്മൾ ഡൈഇലക്ട്രിക് പ്ലേസ് ചെയ്യുമ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ എന്താണ് വ്യത്യാസം വരുന്നത്? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. നമ്മുടെ കപ്പാസിറ്ററിന്റെ പ്ലേറ്റുകൾക്കിടയിൽ വാക്യൂം ആയിരുന്നപ്പോൾ, അതായത് ഡൈഇലക്ട്രിക് പൂർണ്ണമായും ഫില്ല് ചെയ്യാത്ത അവസ്ഥയിൽ അല്ലെങ്കിൽ ഡൈഇലക്ട്രിക് വരാത്ത അവസ്ഥയിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ആ രണ്ട് പ്ലേറ്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് V0 ആയിക്കോട്ടെ. ഓക്കെ, അപ്പൊ നിങ്ങൾക്കറിയാം ആ സമയത്ത് ഇലക്ട്രിക് ഫീൽഡ് എത്രയായിരുന്നു? E0 ആയിരുന്നു. പ്ലേറ്റ് സെപ്പറേഷൻ D ആണെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V0 = E0 × D എന്ന് കൊടുത്തൂടെ? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഡിസ്റ്റൻസ്. സിമ്പിൾ ആയി പറഞ്ഞാൽ അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുന്നു. ഈ D എന്ന് പറഞ്ഞാൽ എന്താണ്? സെപ്പറേഷൻ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഓഫ് ദ കപ്പാസിറ്റർ. രണ്ട് കപ്പാസിറ്റർ പ്ലേറ്റുകൾ തമ്മിലുള്ള സെപ്പറേഷൻ ആണ് എന്ത്? നമ്മുടെ പിന്നെ D എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി നമ്മൾ ഈ ഡൈഇലക്ട്രിക് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഓക്കെ, നമ്മൾ ഡൈഇലക്ട്രിക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ആകുന്നു എന്ന് വിചാരിക്കുക. കാര്യം എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് മാറുന്നു. ശരിയല്ലേ? അപ്പൊ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ആയി. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ലെറ്റ് V be the potential difference between the plates of the capacitor when the dielectric has been introduced. ഓക്കെ, അപ്പൊ V is equal to, അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് എത്രയായിരുന്നു? E ആയിരുന്നു അല്ലെ? E × D. ഇക്വേഷൻ നമ്പർ 2. നമ്മൾ ഇക്വേഷൻ 1 / ഇക്വേഷൻ 2 ചെയ്യുന്നു. അപ്പൊ എന്ത് കിട്ടും? V0/V. ഓക്കെ, E0D / ED. D ക്യാൻസൽ ചെയ്ത് പോയി E0/E എന്ന് കിട്ടും. ശരിയല്ലേ? ഈ E0/E എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കഴിഞ്ഞ പിന്നെ റിസൾട്ടിൽ കിട്ടിയതാണ്. എന്താണ് അത്? K ആണ്, ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. അത് 1 കൂടുതലല്ലേ? അപ്പൊ V0 > V അല്ലേ? ശരിയല്ലേ? എന്ന് വെച്ചാൽ V < V0 അല്ലേ? എന്ന് വെച്ചാൽ ഡൈഇലക്ട്രിക് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ മുൻപേയുള്ള വാക്യൂം ആയിരുന്നപ്പോഴുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനേക്കാൾ
കുറവാണ്. എന്ന് വെച്ചാൽ ഡൈഇലക്ട്രിക് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ കപ്പാസിറ്റർ പ്ലേറ്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ത് ചെയ്തു? കുറഞ്ഞു, റെഡ്യൂസ് ചെയ്യപ്പെട്ടു. മനസ്സിലായോ? ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഓഫ് എ കപ്പാസിറ്റർ ഈസ് റെഡ്യൂസ്ഡ് വെൻ എ ഡൈഇലക്ട്രിക് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. മനസ്സിലായോ? അതാണ് നമ്മുടെ കൺക്ലൂഷൻ. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പോ നമ്മുടെ കപ്പാസിറ്റർ പ്ലേറ്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ത് ചെയ്യും? ഡൈഇലക്ട്രിക് വരുമ്പോൾ പൂർണ്ണമായോടെ ഫില്ല് ചെയ്യുമ്പോൾ അത് കുറയുന്നു. മനസ്സിലായോ? ഇനി നമുക്ക് ഡൈഇലക്ട്രിക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കപ്പാസിറ്റൻസ് എങ്ങനെയാണ് മാറുന്നതെന്ന് നോക്കാം. ഓക്കെ, ഇനി നമ്മൾ മുമ്പ് ചെയ്തതുപോലെ തന്നെയാണ്, ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യൽ ഡിഫറൻസ് ചെയ്തതുപോലെ തന്നെ നമ്മൾ ആദ്യം പറയുകയാണ്, ഈ രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ ഡൈഇലക്ട്രിക് വരുന്നതിന് മുമ്പ് വാക്യൂം ആയിരുന്നു. ആ സമയത്ത് ഈ പ്ലേറ്റുകളുടെ അല്ലെങ്കിൽ നമ്മുടെ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് C0 ആണ്. ഓക്കെ, അപ്പൊ C0 ഈക്വൽ ടു Q/V0 എന്ന് കൊടുത്തൂടെ? നിങ്ങൾക്കറിയാം കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ ചാർജ് ബൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ചാർജ് എന്ന് പറഞ്ഞാൽ Q ആണ്, ചാർജ് മാറുന്നില്ല. ഡിവൈഡഡ് ബൈ വാക്യൂം ആയിരുന്നപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയെന്നാണ് നമ്മൾ എടുത്തത്? V0 ആണ്. അപ്പൊ ഇഫ് C0 is the capacitance of the capacitor when there is vacuum between the plates, then C0 equal to Q/V0. ശരിയല്ലേ? അത് ഇക്വേഷൻ നമ്പർ 1. ഇനി ഈ ഡൈഇലക്ട്രിക് സ്ലാബ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇതിന്റെ കപ്പാസിറ്റൻസ് C ആയി മാറുന്നു. കാര്യം എന്താണ്? ഈ V0 V ആവൂലേ? അപ്പൊ C0 മാറും, ഉറപ്പായിട്ട് മാറും. അത് എങ്ങനെ മാറുന്നു? കുറവാണോ കൂടുതലാണോ എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോ C0 equal to Q/V0. Let C be the capacitance of the capacitor after the introduction of the dielectric slab. Dielectric slab introduce ചെയ്തതിനു ശേഷം കപ്പാസിറ്റൻസ് C ആയി. ആ C എങ്ങനെ എഴുതാം? C is equal to Q/V എന്ന് എഴുതാം. ചാർജ് മാറില്ല. അതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുന്നു. 2/1 ഇക്വേഷൻ നമ്പർ 2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ നമ്പർ 1 എന്ത് കിട്ടും? C ഡിവൈഡഡ് ബൈ C0 ഈക്വൽ ടു കണ്ടോ V0 ഡിവൈഡഡ് ബൈ V എന്ന് കിട്ടും. കാര്യം എന്താണ്? ഇക്വേഷൻ നമ്പർ 2 LHS കിടക്കുന്ന Q/V ആണ്, ഡിവൈഡഡ് ബൈ Q/V0 ആണ്. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആക്കുമ്പോൾ എന്ത് പറ്റും? റെസിപ്രോക്കൽ എടുക്കണം, ശരിയല്ലേ? അപ്പൊ എന്ത് വരും? Q ക്യാൻസൽ ചെയ്ത് പോയി V0/V എന്ന് വരും. ഈ V0/V അല്ലേ നമുക്ക് കഴിഞ്ഞ റിസൾട്ടിൽ എന്ത് കിട്ടിയത്? K എന്ന് കിട്ടിയത്. അപ്പൊ കണ്ടോ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റിനെ മറ്റൊരു രീതിയിൽ ഡിഫൈൻ ചെയ്തൂടെ? എങ്ങനെ ഡിഫൈൻ ചെയ്യാം? വായിച്ചു നോക്കൂ. ദിസ് ലീഡ്സ് ടു ദ ഫോളോയിങ് ഡെഫിനിഷൻ ഓഫ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. അപ്പോൾ ഇതിനെ കപ്പാസിറ്റൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റിനെ ഡിഫൈൻ ചെയ്യാം. നമ്മൾ മുമ്പേ ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് അറിയാം. ഇവിടെ നമ്മൾ കപ്പാസിറ്റൻസ് ഉപയോഗിച്ചുകൊണ്ട് കപ്പാസിറ്റൻസിന്റെ രീതിയിൽ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റിനെ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് എ ഡൈഇലക്ട്രിക് ഈസ് ദ റേഷ്യോ ഓഫ് ദ കപ്പാസിറ്റൻസ് ഓഫ് എ കപ്പാസിറ്റർ വിത്ത് ഡൈഇലക്ട്രിക് ആൻഡ് വിത്തൗട്ട് ഡൈഇലക്ട്രിക്. ആദ്യം നോക്ക്, മോളിൽ കിടക്കുന്ന ആരാണ്? C, അത് ഡൈഇലക്ട്രിക് ഉള്ളപ്പോഴുള്ള കപ്പാസിറ്റൻസ്. താഴെ കിടക്കുന്ന ആരാണ്? C0, അത് ഡൈഇലക്ട്രിക് ഇല്ലാത്തപ്പോഴുള്ള കപ്പാസിറ്റൻസ്. അപ്പൊ ഡൈഇലക്ട്രിക് ഉള്ളപ്പോഴുള്ള കപ്പാസിറ്റൻസിന്റെയും ഡൈഇലക്ട്രിക് ഇല്ലാത്തപ്പോഴുള്ള കപ്പാസിറ്റൻസിന്റെയും റേഷ്യോ എടുത്താൽ ആ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡൈഇലക്ട്രിക്കിന്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് കിട്ടും. അപ്പൊ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഓർ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് എ ഡൈഇലക്ട്രിക് ഈസ് ദ റേഷ്യോ ഓഫ് ദ കപ്പാസിറ്റൻസ് ഓഫ് എ കപ്പാസിറ്റർ വിത്ത് ഡൈഇലക്ട്രിക് ആൻഡ് വിത്തൗട്ട് ഡൈഇലക്ട്രിക്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇതാണ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റിന്റെ മറ്റൊരു ഡെഫിനിഷൻ. അപ്പൊ നിങ്ങളോട് ഇങ്ങനെ ചോദിക്കുകയാണ് പരീക്ഷയ്ക്ക്, ദ റേഷ്യോ ഓഫ് ദ കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ വിത്ത് ഡൈഇലക്ട്രിക് ടു ദാറ്റ് ഓഫ് വിത്തൗട്ട് അല്ലെങ്കിൽ ടു ദ കപ്പാസിറ്റൻസ് വിത്തൗട്ട് ഡൈഇലക്ട്രിക് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് എഴുതും? ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ആണ്. മനസ്സിലായോ? അപ്പൊ അതൊക്കെ അറിഞ്ഞിരിക്കണം. ഇനി നിങ്ങൾക്കറിയാം K എന്നുള്ളത് 1 കൂടുതലാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? C ഗ്രേറ്റർ ദാൻ C0 എന്ന് കിട്ടും. ശരിയല്ലേ? ഓക്കെ, എന്ന് വെച്ചാൽ ഡൈഇലക്ട്രിക് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴുള്ള കപ്പാസിറ്റൻസ് കൂടിയിരിക്കുന്നു. മനസ്സിലായോ? The capacitance of a capacitor is increased when a dielectric slab is introduced between the plates of the capacitor. എന്ന് വെച്ചാൽ C/C0 = K എന്നല്ലേ നമുക്ക് കിട്ടിയത്? ഇവിടെ C/C0 = K. അപ്പൊ C = C0 × K എന്ന് എഴുതിക്കൂടെ? അല്ലെങ്കിൽ K × C0 എന്ന് എഴുതിക്കൂടെ? C = K × C0. ഈ C0 ക്ക് വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ലേ കുട്ടികളെ? ഏറ്റവും ആദ്യ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ പഠിച്ചപ്പോ ε0A/d വാക്യൂം ആയിരുന്നപ്പോഴുള്ള കപ്പാസിറ്റൻസ് ε0A/d. അപ്പൊ ജനറൽ ആയിട്ട് ഒരു ഡൈഇലക്ട്രിക് അതിനകത്ത് ഉണ്ടെങ്കിൽ പൂർണ്ണമായ സ്പേസ് ഫില്ല് ചെയ്തിരിക്കുകയാണെങ്കിൽ C = K × ε0A/d. വാക്യൂത്തിന്റെ കേസിൽ ഈ K = 1 ആണ്. അതുകൊണ്ടാണ് ε0A/d എന്ന് കിട്ടി. ഇതാണ് ജനറൽ ഫോർമുല. അപ്പൊ ഇതെന്തിന്റെ ഫോർമുലയാണ്? ഇതൊരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസിന്റെ ഫോർമുലയാണ്. ആ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ ഏരിയയാണ് പ്ലേറ്റുകളുടെ ഏരിയ d. പ്ലേറ്റുകളുടെ സെപ്പറേഷൻ K എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഡൈഇലക്ട്രിക്കിന്റെ
അല്ലെങ്കിൽ ഇൻസുലേറ്ററിന്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ആണ് അല്ലെങ്കിൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ആണ്. അപ്പൊ ഇത് അറിഞ്ഞിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ സെക്ഷനിൽ പഠിക്കാനുള്ളത്. വ്യക്തമായി പഠിച്ചിട്ട് നിങ്ങളുടെ നോട്ടിലേക്ക് എഴുതുക. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. കുട്ടികളെ, അടുത്തതായിട്ട് നമ്മൾ കപ്പാസിറ്ററുകളുടെ കോമ്പിനേഷനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഇപ്പോ ഒരു സർക്യൂട്ടില് കുറെ കപ്പാസിറ്ററുകൾ ഇങ്ങനെ പ്രത്യേക ഫാഷനിൽ ഇങ്ങനെ എന്ത് ചെയ്തിരിക്കുകയാണ്, അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ആ കപ്പാസിറ്ററുകളെ എല്ലാം കമ്പൈൻ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇക്വലന്റ് കപ്പാസിറ്റർ ഉണ്ടാക്കാം. എന്ന് വെച്ചാൽ ആ കപ്പാസിറ്ററുകളുടെ എല്ലാ കപ്പാസിറ്റൻസുകളെ നിങ്ങൾ കമ്പൈൻ ചെയ്യുമ്പോൾ ഒറ്റ കപ്പാസിറ്റർ അവിടെ ഇരിക്കുമ്പോൾ അയാൾക്കുള്ള കപ്പാസിറ്റൻസ് എത്രയാണോ ആ രീതിയിലേക്ക് നമുക്ക് അതിനെ മാറ്റാമെന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ നമ്മൾ മാറ്റുന്നത്? കാര്യം നമ്മളിപ്പോ ഈ ഒരു ഫിഗർ നോക്കി, ഇവിടെ 3 കപ്പാസിറ്ററുകളുണ്ട്. ഇവരെ നമുക്ക് കമ്പൈൻ ചെയ്ത് ഒറ്റ കപ്പാസിറ്റർ ആക്കാം. ഇങ്ങനെ കമ്പൈൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മുടെ സർക്യൂട്ടിനെ ഇത് സിംപ്ലിഫൈ ചെയ്യും. നിങ്ങൾ ഇതുപോലെ കാണുന്നത് ഇപ്പൊ കാണുന്ന ചെറിയ ചെറിയ സർക്യൂട്ടുകളല്ല. നിങ്ങളിപ്പോ ഹയർ സ്റ്റഡീസിനൊക്കെ പോകുമ്പോൾ, എഞ്ചിനീയറിംഗിന് പോകുമ്പോൾ പരിചയപ്പെടുന്ന സർക്യൂട്ട് ഡയഗ്രങ്ങളൊക്കെ വളരെ കോംപ്ലക്സ് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് ഇതുപോലെയുള്ള കപ്പാസിറ്ററുകൾ അവിടെ കാണാം. ഇതുപോലെയുള്ള ഒരുപാട് കപ്പാസിറ്ററുകളുടെ പല രീതിയിലുള്ള കോമ്പിനേഷൻ കാണാം. അപ്പൊ അവയെല്ലാം റീപ്ലേസ് ചെയ്തുകൊണ്ട് ഇക്വലന്റ് ആയ ഒരു കപ്പാസിറ്റർ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ആ സർക്യൂട്ടിനെ വളരെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സർക്യൂട്ടിൽ നിന്നും എന്താണ് വേണ്ടത് എന്ന് എന്ത് ചെയ്യാം, പിന്നെ അത് കിട്ടുവാൻ വേണ്ടി ഉള്ള പ്രോസസ്സ് വളരെ എളുപ്പമാവുമെന്നാണ്. മനസ്സിലായോ? അപ്പൊ നമ്മളത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോവുകയാണ്. നോക്കിക്കേ, കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ്. വെൻ ദർ ഈസ് എ കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് ഇൻ എ സർക്യൂട്ട് വി ക്യാൻ റീപ്ലേസ് ദ കോമ്പിനേഷൻ വിത്ത് ആൻ ഇക്വലന്റ് കപ്പാസിറ്റർ. അപ്പോ ഒരു സർക്യൂട്ടിൽ കപ്പാസിറ്ററുകളുടെ കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അവയെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഒരു ഇക്വലന്റ് കപ്പാസിറ്റർ ആക്കാം എന്നാണ്. എന്താണ് ഇക്വലന്റ് കപ്പാസിറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് ഒറ്റ കപ്പാസിറ്റർ ആണ്. ആൻ ഇക്വലന്റ് കപ്പാസിറ്റർ ഇസ് എ സിംഗിൾ കപ്പാസിറ്റർ that has the same capacitance as the actual combination of capacitors. ഈ കപ്പാസിറ്ററുകളുടെ ആക്ച്വൽ കോമ്പിനേഷൻ നമ്മൾ ചെയ്യുമ്പോൾ ഒരു കപ്പാസിറ്റൻസ് കിട്ടും. ആ കപ്പാസിറ്റൻസ് ഉള്ള ഒരു കപ്പാസിറ്റർ ആണ് ഈ ഇക്വലന്റ് കപ്പാസിറ്റർ. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊരു ഒറ്റ കപ്പാസിറ്റർ ആക്കാം എന്നാണ്. അല്ലാതെ ഇതിനെല്ലാം കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ട് ഒറ്റ കപ്പാസിറ്റർ ഉണ്ടാക്കുന്നു എന്നല്ല. ഇങ്ങനെ ഈ കപ്പാസിറ്ററുകളുടെ കോമ്പിനേഷൻ നമ്മൾ എടുക്കുമ്പോൾ കിട്ടുന്നത് ഒരു കപ്പാസിറ്റൻസ് ആണെങ്കിൽ ആ കപ്പാസിറ്റൻസ് ഉള്ള ഒരു കപ്പാസിറ്റർ മാത്രമേ ഈ സർക്യൂട്ടിലുള്ളൂ എന്ന അസംഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ സർക്യൂട്ടിനെ സോൾവ് ചെയ്യാവുന്നതാണ്. മനസ്സിലായോ? ഇനി ദ കൺസെപ്റ്റ് ഓഫ് ഇക്വലന്റ് കപ്പാസിറ്റർ സിംപ്ലിഫൈസ് ദ ഗിവൺ സർക്യൂട്ട് ആൻഡ് മേക്സ് ദ സൊല്യൂഷൻ ഈസിയർ. അപ്പൊ ഇക്വലന്റ് കപ്പാസിറ്റർ എന്നുള്ള കൺസെപ്റ്റ് എന്ത് ചെയ്യും, നമ്മുടെ തന്നിരിക്കുന്ന സർക്യൂട്ടിനെ സിംപ്ലിഫൈ ചെയ്യും. ആ സൊല്യൂഷൻ കിട്ടുന്നത് പ്രോസസ്സ് വളരെ ഈസിയറും ആക്കും. അപ്പൊ നമുക്ക് 2 കോമ്പിനേഷനാണ് പഠിക്കാനുള്ളത്, സീരീസ് കോമ്പിനേഷൻ ആൻഡ് പാരലൽ കോമ്പിനേഷൻ. ഫണ്ടമെന്റലി ഈ 2 എണ്ണമാണ് ഉള്ളത്. ഇനി ഇതിന്റെ കോമ്പിനേഷൻ വേറെ ഉണ്ട്, സീരീസും പാരലലും ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് വരാം. മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതെല്ലാം നമ്മൾ തിയറി പഠിച്ചതിന് ശേഷമാണ് ഈ ചാപ്റ്ററിൽ ആ ഒരു അപ്രോച്ചാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. തിയറി ഫുള്ള് പഠിച്ചതിന് ശേഷം നമ്മൾ ഓരോ പ്രോബ്ലംസ് ചെയ്യുകയാണ്. അപ്പൊ നമ്മൾ പ്രോബ്ലം തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ തിയറി മുഴുവൻ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്തോളണം, പഠിച്ചുറപ്പിച്ച് അതൊന്ന് റിപ്പീറ്റ് ചെയ്ത് വായിച്ച് റിവൈസ് ചെയ്ത് വെച്ചോളണം. എന്നിട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോബ്ലംസിലേക്ക് കടക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പോ സീരീസ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? കപ്പാസിറ്ററുകൾ സീരീസ് ആയി കണക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? നോക്കിക്കേ, ഉദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ. നിങ്ങളിപ്പോ 3 കപ്പാസിറ്ററുകൾ ഇവിടെ കാണാൻ പറ്റും. ഇവ സീരീസ് ആയി കണക്ട് ചെയ്യുന്നു എന്ന് വെച്ചാൽ അതിനർത്ഥം ഇവയ്ക്ക് എക്രോസ് ആയി നമ്മൾ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതായത് നിങ്ങൾക്കറിയാം ഒരു കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ബാറ്ററിയുമായി കണക്ട് ചെയ്യണം, ശരിയല്ലേ? അപ്പൊ ബാറ്ററി എന്ത് ചെയ്യും, EMF പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, എന്ന് വെച്ചാൽ ഈ കപ്പാസിറ്റർ പ്ലേറ്റുകൾക്ക് എക്രോസ് ആയിട്ട് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യുകയാണ്, V വോൾട്ട്. സീരീസ് ആയി കണക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ കൊടുക്കുന്ന V വോൾട്ട് എന്നത് ഇവിടെ V1 വോൾട്ടായും ഇവിടെ V2 വോൾട്ടായും ഇവിടെ V3 വോൾട്ടായും മാറും. ഓക്കെ, എന്ന് വെച്ചാൽ ഓരോ കപ്പാസിറ്ററിന് എക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് വ്യത്യാസമായിരിക്കും. ഇത് V1, ഇത് V2, ഇത് V3. ഇത് 3ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത്, V വോൾട്ട് എന്ന നമ്മൾ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ, അതായത് കൊടുക്കുന്ന വോൾട്ടേജ് ഓരോ കപ്പാസിറ്ററിന് എക്രോസ് ആയിട്ടും മാറുന്നുവെങ്കിൽ, അതായത് V1, V2, V3 എന്ന രീതിയിൽ മാറുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ആ V1 പ്ലസ് V2 പ്ലസ് V3 എടുക്കുമ്പോൾ ഈ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടുമെങ്കിൽ അത് സീരീസ് ആണ് എന്ന് നമുക്ക് പറയാം, സീരീസ് കണക്ഷൻ ആണ്. അതായത്
കൊടുക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓരോ കപ്പാസിറ്ററിന് അക്രോസും വ്യത്യസ്തമായി സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നു എന്നാണ്. മനസ്സിലായോ? അപ്പൊ അതാണ് പറയുന്നത്. കപ്പാസിറ്റേഴ്സ് ആർ സെറ്റ് ടു ബി കണക്റ്റഡ് ഇൻ സീരീസ് വെൻ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ദാറ്റ് ഈസ് അപ്ലൈഡ് അക്രോസ് ദെയർ കോമ്പിനേഷൻ. ഈ കോമ്പിനേഷൻ അക്രോസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ദ സം ഓഫ് ദ റിസൾട്ടിംഗ് പൊട്ടൻഷ്യൽ ഡിഫറൻസസ് അക്രോസ് ഈച്ച് കപ്പാസിറ്റർ. ഓരോ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസുകളുടെ സം ആണ് ഈ റിസൾട്ടിംഗ് നമ്മൾ കൊടുക്കുന്ന ഈ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് എങ്കിൽ ഈ കപ്പാസിറ്ററുകൾ സീരീസ് ആയി കണക്റ്റഡ് ആണ് എന്ന് പറയാം. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, നമ്മളിതാ എക്സാമ്പിളിലേക്ക് പോവുകയാണ്. കൺസിഡർ 3 കപ്പാസിറ്റേഴ്സ് ഓഫ് കപ്പാസിറ്റൻസ് C1, C2 ആൻഡ് C3 കണക്റ്റഡ് ഇൻ സീരീസ്. 3 കപ്പാസിറ്ററുകളെ നമ്മൾ സീരീസ് ആയി കണക്ട് ചെയ്തിരിക്കുകയാണ് ഇതുപോലെ. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചോളുക, ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ ഏത് കപ്പാസിറ്റർ നിങ്ങൾ എടുത്താലും അതിലെ ചാർജ് Q തന്നെ ആയിരിക്കും. അതായത് ഇവിടെയുള്ള ചാർജ് Q ആണെങ്കിൽ ഇവിടെയുള്ള ചാർജ് Q ആണ്, ഇവിടെയുള്ള ചാർജ് Q ആണ്. അത് എങ്ങനെയാണ് ആ Q കിട്ടുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മളിപ്പോ ഇവിടെ സെല്ലിന്റെ പോസിറ്റീവ് കണക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളിപ്പോ ഇതിനൊരു ബാറ്ററിയുമായി കണക്ട് ചെയ്ത് ഇവിടെ പോസിറ്റീവ് ആണ്, ഇവിടെ നെഗറ്റീവ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ പോസിറ്റീവ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഇവിടെ പോസിറ്റീവ് ചാർജുകൾ അപ്പിയർ ചെയ്യും, ശരിയല്ലേ? ഇവിടെ പോസിറ്റീവ് ചാർജുകൾ അപ്പിയർ ചെയ്യും. അതായത് C1 എന്നുള്ള ഈ കപ്പാസിറ്ററിന്റെ ലെഫ്റ്റ് പ്ലേറ്റിൽ 2 പ്ലേറ്റുകളില്ലേ? ഇവിടെ എത്ര പ്ലേറ്റ്സ് ഉണ്ട് മൊത്തം ഈ സിസ്റ്റത്തിൽ? 1, 2, 3, 4, 5, 6. ഇതിലെ 2 പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഈ കപ്പാസിറ്ററിന്റെ ആണ്. ഇത് ഈ കപ്പാസിറ്ററിന്റെ, ഇത് ഈ കപ്പാസിറ്ററിന്റെ. അപ്പൊ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതുക. നമുക്ക് അടുത്ത വീഡിയോയിൽ എന്ത് ചെയ്യാം, ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മെക്കാനിസം പറയാം. ഓക്കെ കുട്ടികളെ, അപ്പൊ ശ്രദ്ധിക്കൂ, നമ്മൾ സീരീസ് കോമ്പിനേഷനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഈ കപ്പാസിറ്ററുകൾക്ക് എല്ലാ കപ്പാസിറ്ററുകൾക്കും ഒരേ ചാർജ് വരുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ പറയുകയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് ഈ ഫിഗർ ഒന്നുകൂടി ഒന്ന് വരച്ചു നോക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് സെല്ല് കണക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഓരോ കപ്പാസിറ്ററിലും സെയിം ചാർജ് വരുന്നത് എന്ന് നമുക്ക് ഒന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ പറയാൻ പോവാണ്, ശ്രദ്ധിച്ചിരിക്കുക. നമുക്കിതാ 3 കപ്പാസിറ്ററുകളില്ലേ, അതൊന്ന് വരയ്ക്കാം. ഓക്കെ, അപ്പൊ ഇതാ 3 കപ്പാസിറ്ററുകൾ നമുക്കുണ്ട്. C1, അതുപോലെ C2, ഇവിടെ C3. ഓക്കെ, ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഒരു സെല്ലുമായി കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഇപ്പൊ കണക്ട് ചെയ്തിട്ടില്ല, കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, സെൽ അല്ലെങ്കിൽ ബാറ്ററി, സെല്ലുകളുടെ കോമ്പിനേഷനാണ് ബാറ്ററി. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ അതാ നോക്കൂ, ഇത് C1, ഇത് C2, ഇത് C3. നിങ്ങൾക്കറിയാം ഇവിടെ ഒറ്റ കപ്പാസിറ്ററേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ, അപ്പൊ ഇവരെ രണ്ടുപേരും ഇല്ല എങ്കിൽ ഈ കപ്പാസിറ്ററിൻ്റെതായി ഇവിടെ പോസിറ്റീവ് ചാർജ് അപ്പിയർ ചെയ്യും, ഇവിടെ നെഗറ്റീവ് ചാർജ് അപ്പിയർ ചെയ്യും. അതിന്റെ മെക്കാനിസം നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, അത് നമ്മൾ കപ്പാസിറ്ററിന്റെ ചാർജിങ്ങിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ഇവിടെ ഒരു കപ്പാസിറ്റർ അല്ല, ഒന്നിൽ കൂടുതലാണ്, ഇങ്ങനെ സീരീസ് ആയി അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നോക്കണം, ഇത് C1 എന്നുള്ള കപ്പാസിറ്ററിന്റെ ലെഫ്റ്റ് പ്ലേറ്റ് ആണ്. അതായത് ഇത് കണ്ടോ, C3 എന്നുള്ള കപ്പാസിറ്ററിന്റെ റൈറ്റ് പ്ലേറ്റ് ആണ്. അപ്പൊ നോക്കണം, ഇവിടെ പോസിറ്റീവ് ടെർമിനൽ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് ചാർജ് അപ്പിയർ ചെയ്യും? പോസിറ്റീവ് ചാർജ് അപ്പിയർ ചെയ്യും. ഇനി നെഗറ്റീവ് ടെർമിനൽ ആരുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? C3 എന്നുള്ള കപ്പാസിറ്ററിന്റെ റൈറ്റ് പ്ലേറ്റുമായിട്ടാണ്. അപ്പൊ അവിടെ നെഗറ്റീവ് ചാർജ് അപ്പിയർ ചെയ്യും. ഇനി കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിക്കുക, കപ്പാസിറ്ററിന്റെ അകത്തുതായി ഇവിടെ ഡൈഇലക്ട്രിക് ആണ്, ശരിയല്ലേ? അപ്പൊ ഇതിനകത്തുകൂടി എന്ത് ചെയ്യില്ല? കറണ്ട് ഒഴുകില്ല. മനസ്സിലായോ? അതായത് നേരിട്ടുള്ള കണക്ഷൻ അല്ലെങ്കിൽ നേരിട്ട് കറണ്ട് എന്ത് ചെയ്യില്ല, പിന്നെ ഇതിലൂടെ പാസ് ചെയ്യില്ല. മനസ്സിലായോ? അല്ലെങ്കിൽ ചാർജുകൾ ഈ റീജിയനിലൂടെ പാസ് ചെയ്യില്ല എന്നതാണ്. പക്ഷേ നിങ്ങൾക്കറിയാം, ഇവിടെ പോസിറ്റീവ് ചാർജ് ആണ്. ഈ പോസിറ്റീവ് ചാർജ് ഇവിടെ അപ്പിയർ ചെയ്യുന്നത് കൊണ്ട് ഇവിടെ നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യാം? ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷനിലൂടെ അപ്പിയർ ചെയ്യാം. എന്ന് വെച്ചാൽ ഇവിടെയുള്ള പോസിറ്റീവ് ചാർജ് കാരണം നമ്മളത് നേരിട്ട് കണക്ഷൻ ഒന്നുമില്ല, എന്നാൽ ഇവിടെ നെഗറ്റീവ് ചാർജ് അപ്പിയർ ചെയ്യാം. എന്തുകൊണ്ട്? ഈ നെഗറ്റീവ് ചാർജ് എവിടെ നിന്നാ വന്നേ? അതൊന്ന് ആലോചിച്ച് നോക്കുക. അതായത് ഇവിടെ പോസിറ്റീവ് ചാർജ് ആണ്, ഓക്കെയാണ്, സംശയമില്ല. അപ്പൊ ഇവിടെ പോസിറ്റീവ് ചാർജ് കാരണം ഇവിടെ നെഗറ്റീവ് ചാർജ് വരുന്നു. എങ്ങനെ? അത് എവിടെ നിന്ന് വന്നു? അത് ദാ ഈ കണ്ടക്ടറിൽ നിന്നാണ് വരുന്നത്. ഈ പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യും? ഇവിടെയുള്ള ഇലക്ട്രോണുകളെ അട്രാക്ട് ചെയ്യും, ഈ C2-ലെ. അപ്പൊ ഇവിടെയുള്ള ഇലക്ട്രോണുകൾ എങ്ങോട്ട് പോവും? ഇങ്ങോട്ട് പോവും. അപ്പൊ ഇങ്ങോട്ട് പോകുമ്പോ എന്ത് പറ്റും? ഇവിടെ പോസിറ്റീവ് ചാർജ് വരും. മനസ്സിലായോ?
എങ്ങനെയാ ഇലക്ട്രോണുകളെ പിന്നെ അട്രാക്ട് ചെയ്യുന്നത്? ഇവിടെയുള്ള ഒരു ചാർജ് ഇവിടെയുള്ള ഒരു ചാർജിനെ, അടുത്ത ചാർജ് അടുത്ത ചാർജിനെ. അപ്പൊ എത്ര പോസിറ്റീവ് ചാർജ് ഇവിടെ വരുന്നോ അത്രയും നെഗറ്റീവ് ചാർജിനെ ഇങ്ങോട്ട് ആകർഷിച്ച് ഇയാൾ ഇവിടെ കൊണ്ടുവരും. മനസ്സിലായോ? ഓക്കെ. അപ്പോ എന്ത് പറ്റി? ഇവിടെ പോസിറ്റീവ് ചാർജ് ആയി. ഇവിടെ പോസിറ്റീവ് ചാർജ് ആകുമ്പോൾ എന്ത് പറ്റും? ഇവിടെ നിന്ന് ഇലക്ട്രോണുകളെ പിന്നെ അട്രാക്ട് ചെയ്താൽ ഇങ്ങോട്ട് കൊണ്ടുവരും. മനസ്സിലായോ? അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇലക്ട്രോണുകൾ ഒരിക്കലും കടന്നു പോവില്ല. അട്രാക്ട് ചെയ്തെന്ന് ഇങ്ങോട്ട് വരികയാണ്, ഇങ്ങോട്ട് വരികയാണ്. അപ്പൊ ഇവിടെ എന്ത് ചാർജായി? പോസിറ്റീവ് ചാർജായി. മനസ്സിലായോ? അങ്ങനെ ഏത് കപ്പാസിറ്റർ എടുത്താലും അതിൽ സെയിം ചാർജായി. ഇവിടെ ക്യൂ ആണെങ്കിൽ ഇവിടെ ക്യൂ, ഇവിടെയും ക്യൂ. മനസ്സിലായോ ഇത്രയും കാര്യം? ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? കപ്പാസിറ്ററുകൾ പിന്നെ ഒരേ ചാർജ് കൈവരിക്കുന്നത് സീരീസിൽ. മനസ്സിലായോ? നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ബാറ്ററി കണക്ട് ചെയ്ത സമയത്ത് ദാ ഈ ഒരു സിസ്റ്റം ഇല്ലേ, അതായത് ഈ പ്ലേറ്റ്, ഈ വയറ്, ഈ പ്ലേറ്റ്, ഇതിലൂടെ ഒന്നും ഒഴുകില്ലായിരുന്നു. അല്ലെങ്കിൽ ഇത് ഇൻസുലേറ്റഡ് സിസ്റ്റം ആയിരുന്നു. മനസ്സിലായോ? എന്ന് വെച്ചാൽ പിന്നെ എന്താണ്, നിങ്ങൾക്കറിയാം ഈ സർക്യൂട്ട് പൂർത്തിയാവണമെങ്കിൽ ഈ പാതയിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ഗ്യാപ്പിലൂടെ ഒക്കെ കറണ്ട് ഒഴുകണം. മനസ്സിലായോ? അപ്പൊ ഇവിടെ നമ്മൾ ബാറ്ററി കണക്ട് ചെയ്ത സമയത്ത് ഈ സിസ്റ്റം ഇൻസുലേറ്റഡ് ആയിരുന്നു, ഒറിജിനലി അൺചാർജ്ഡ് ആയിരുന്നു. എന്നാൽ ഇവിടെ ചാർജ് വരാൻ കാര്യം എന്താണ്? ഇവിടെ പോസിറ്റീവ് ചാർജ് അപ്പിയർ ചെയ്തത് കാരണം ഈ പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യും? ഇലക്ട്രോണുകളെ അട്രാക്ട് ചെയ്യും. ആ ഇലക്ട്രോണുകൾ വരുന്നത് ഈ പ്ലേറ്റിൽ നിന്ന് വന്ന് ഇവിടെ, അപ്പോ എന്ത് ചെയ്യും? ഇതിലൂടെ കണ്ടക്ഷൻ നടന്ന് ഇവിടെ വന്ന് നിൽക്കും. അപ്പൊ ഇവിടെ പോസിറ്റീവ് ചാർജ് വരും. ആ പോസിറ്റീവ് ചാർജ് ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും. അപ്പൊ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഒരേ ചാർജ് വരുന്നത്. അപ്പൊ ഇനിഷ്യലി തുടക്കത്തിൽ ഇതാ പിന്നെ ഫസ്റ്റ് കപ്പാസിറ്ററിന്റെ റൈറ്റ് പ്ലേറ്റും സെക്കൻഡ് കപ്പാസിറ്ററിന്റെ ലെഫ്റ്റ് പ്ലേറ്റും നമ്മുടെ ഈ വയറും ചേരുന്ന ഈ സംഗതി എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ ഇൻസുലേറ്റഡ് ആയിരുന്നു. തുടക്കത്തിൽ പിന്നെ ഇവിടെ പോസിറ്റീവ് ചാർജ് അപ്പിയർ ചെയ്തപ്പോൾ എന്ത് ചെയ്തു? ഇലക്ട്രോണുകൾ വന്നു. ഇവിടെ ഓരോ പ്ലേറ്റിലും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചാർജ് വരുന്നു. അങ്ങനെയാണ് കാര്യം. നമ്മുടെ നോട്ടിൽ അങ്ങനെ നമ്മൾ എഴുതിയിട്ടുണ്ട്. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഓക്കെ. അപ്പൊ ഇതാണ് അതിന്റെ മെക്കാനിസം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സ്വന്തമായ രീതിയിൽ ഒന്ന് എഴുതി നോക്കാം. മലയാളത്തിൽ വേണമെങ്കിൽ എഴുതാം കേട്ടോ. അത് മനസ്സിലാക്കി വെക്കുക. ഈ പറഞ്ഞ കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ ഇതുള്ള വീഡിയോ നിങ്ങൾക്ക് ഇനി എപ്പോഴെങ്കിലും ഒരു സംശയം വന്നു കഴിഞ്ഞാൽ ഈ ഒരു എക്സ്പ്ലനേഷൻ നമ്മൾ പറഞ്ഞ വീഡിയോ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, അതിന്റെ നമ്പർ. എന്നിട്ട് അതൊന്ന് എന്ത് ചെയ്യുക? യൂട്യൂബിലൊന്ന് കാണുക. ഓക്കെ. യൂട്യൂബ് ലിങ്ക് ആണല്ലോ നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല, സൂക്ഷിച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എപ്പോൾ വേണോ നമുക്ക് എന്ത് ചെയ്യാം? അത് കാണാം. അപ്പൊ നിങ്ങൾ ഒരു യൂട്യൂബ് ലിങ്ക് എന്ത് ചെയ്യരുത്? കളയരുത്. ആ യൂട്യൂബ് ലിങ്ക് കിട്ടുന്ന മുറയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? അതിലൊരു നമ്പർ കൊടുക്കുക. അതിനകത്ത് ഏതൊക്കെ ടോപ്പിക്കാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതെന്നൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ശരി. അപ്പോ എന്ത് ചെയ്യുക? ഇത്രയൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതെ, നമുക്ക് നേരെ നമ്മുടെ നോട്ടിലേക്ക് പോവാം. അപ്പൊ കണ്ടോ, ഇങ്ങനെയാണ് ഈ കപ്പാസിറ്ററിന്റെ ഓരോ ഈ കോമ്പിനേഷനിൽ അല്ലെങ്കിൽ ഓരോ ഈ സീരീസ് കോമ്പിനേഷനിലെ ഓരോ കപ്പാസിറ്ററിലും സെയിം ചാർജ് ആകുന്നത് എങ്ങനെയാണെന്നാണ്. കണ്ടോ? ഇനി നോക്കൂ. ദ ഔട്ടർ കണ്ടക്ടേഴ്സ് ഓഫ് ദ സീരീസ് കോമ്പിനേഷൻ ആർ കണക്റ്റഡ് ടു എ സോഴ്സ് ഓഫ് EMF. ഔട്ടർ കണ്ടക്ടറുകളെയാണ്. കണ്ടോ? ഇവിടെ ഈ ഫസ്റ്റ് കപ്പാസിറ്ററിന്റെ ലെഫ്റ്റ് പ്ലേറ്റിനെയും തേർഡ് കപ്പാസിറ്ററിന്റെ റൈറ്റ് പ്ലേറ്റിനെയുമാണ്. അതാണ് ഔട്ടർ കണ്ടക്ടേഴ്സ്. കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ രണ്ട് കണ്ടക്ടേഴ്സിനെ ഇൻസുലേറ്റർ കൊണ്ട് അല്ലെങ്കിൽ ഡൈലക്ട്രിക് കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നതാണല്ലോ. അപ്പോൾ ദ ഔട്ടർ കണ്ടക്ടേഴ്സ് ഓഫ് ദ സീരീസ് കോമ്പിനേഷൻ ആർ കണക്റ്റഡ് ടു എ സോഴ്സ് ഓഫ് EMF വിച്ച് ഗീവ്സ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് V വോൾട്ട്. ആ ബാറ്ററി കൊടുക്കുന്നതാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഓക്കെ. The left plate of the first capacitor receives a charge plus Q. കണ്ടോ? An equal negative charge minus Q is induced on the right plate. റൈറ്റ് പ്ലേറ്റിൽ ഈക്വൽ നെഗറ്റീവ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുകയാണ്. മനസ്സിലായോ? ആ നെഗറ്റീവ് ചാർജ് എവിടെ നിന്നാണ് വന്നേ? ഇവിടെ നിന്നാണ് വന്നത്. ഓക്കെ. അപ്പൊ ഇത്രയും ഒന്ന് നിങ്ങളൊന്ന് എഴുതി വെക്കുക. ബാക്കി എക്സ്പ്ലനേഷൻ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ആൻഡ് ഈക്വൽ നെഗറ്റീവ് ചാർജ് മൈനസ് ക്യൂ ഇസ് ഇൻഡ്യൂസ്ഡ് ഓൺ ദ റൈറ്റ് പ്ലേറ്റ് എന്നാണ്. ഇൻഡ്യൂസ് ചെയ്യുകയാണ്. അതായത് ഇതിന് നമ്മൾ മറ്റൊരു രീതിയിലും പറയും. ഇപ്പോ ഈ ഇലക്ട്രോണുകൾ എന്തുകൊണ്ടാണ് പിന്നെ ഇങ്ങോട്ട് വന്നത്? ഇതിപ്പോ പോസിറ്റീവ് ചാർജ് ആണ്. അപ്പൊ അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയാണ്. ശരിയല്ലേ? അപ്പോൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഫീൽഡിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ടാണ് മൂവ് ചെയ്യുക. അതിനെ നമ്മൾ ഡ്രിഫ്റ്റ് എന്നാണ് വിളിക്കുക. ഡ്രിഫ്റ്റ്. വളരെ പതിയെയാണ് എന്ത് ചെയ്യുന്നത്? ഇലക്ട്രോണുകളുടെ എന്ന് വെച്ചാൽ ഒരു ഇലക്ട്രോൺ ഇവിടെ ഇങ്ങ് വരുന്നു, അടുത്ത ഇലക്ട്രോൺ ഇങ്ങോട്ട് വരുന്നു. അങ്ങനെയല്ല. ഇവിടെ മുഴുവൻ ഇലക്ട്രോണുകൾ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. ഇത് മെറ്റൽ വയറല്ലേ? അപ്പോ ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ ഒരു വെലോസിറ്റി ആണ്. എന്ന് വെച്ചാൽ ഇപ്പൊ ഇങ്ങനെയാണ് ഇലക്ട്രോണുകൾ ഇരിക്കുന്നതെന്ന് ചോദിക്കും. ഇങ്ങനെ അടിങ്ങി കോടിക്കണക്കിന് ഇലക്ട്രോണുകൾ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു ഇലക്ട്രോൺ മൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ആ എനർജി അടുത്ത ഇലക്ട്രോണിന് കൈമാറും. അപ്പൊ അടുത്ത ഇലക്ട്രോൺ മൂവ് ചെയ്യുന്ന വെച്ചാൽ ഇവിടെ നിന്ന് ഫിസിക്കലായി അവർ മൂവ് ചെയ്യുന്നു എന്നല്ല. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ നിന്ന് മൂവ് ചെയ്യുമ്പോൾ ആ ഒരു എഫക്ട് കാരണം എന്ത് ചെയ്യും? ഇപ്പോ 5 എണ്ണം ഉണ്ടെന്ന് വിചാരിക്കുക. ഇയാൾ മൂവ് ചെയ്യുമ്പോൾ ആ എഫക്ട് കാരണം ഇയാൾ മൂവ് ചെയ്യില്ലേ?
ആ ഒരു രീതിയിലാണ്. എന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കും, ഇവരുടെ മൂവ്മെന്റിനെ കുറിച്ച്. ഇപ്പൊ നിങ്ങൾ അതിനെക്കുറിച്ച് എന്ത് ചെയ്യണ്ട, കൺഫ്യൂഷൻ അടിക്കണ്ട. ഇപ്പോ ഇവിടെ ഡ്രിഫ്റ്റ് ആണ് സംഭവിച്ചത്. അതായത് ഇലക്ട്രിക് ഫീൽഡിന്റെ ഇൻഫ്ലുവൻസിൽ ഒരു ചാർജ്ഡ് പാർട്ടിക്കിള് മൂവ് ചെയ്യുന്നതിനെ ആണ് നമ്മൾ ഡ്രിഫ്റ്റ് എന്ന് വിളിക്കുക. ഡ്രിഫ്റ്റ് വെലോസിറ്റി വളരെ കുറവാണ് ഇലക്ട്രോണിന്. ഓക്കെ, അപ്പോ ഇവിടെ നിന്ന് ഇലക്ട്രോണുകൾ ഈ പ്ലേറ്റിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് പറ്റും, ഇവിടെ പോസിറ്റീവ് ചാർജ് വരും. അതേ മെക്കാനിസം തന്നെ ഇങ്ങോട്ട് നടക്കും. അപ്പോൾ ഒരു പോസിറ്റീവിന് ഒരു നെഗറ്റീവ് അങ്ങനെ ഉള്ള രീതിയിൽ വരുമ്പോൾ ഒരു ചാർജ് മറ്റൊരു ചാർജിനെ, ഒരു ചാർജ് മറ്റൊരു ചാർജിനെ, അടുത്ത ചാർജ് വേറൊരു ചാർജിനെ, അപ്പോൾ ഈക്വൽ ചാർജുകൾ ഓരോ കപ്പാസിറ്ററിലും വരുന്നു എന്നതാണ്. ക്ലിയർ ആയി പറഞ്ഞത്? ഇനി എക്സ്പ്ലനേഷന്റെ ബാക്കി നമുക്ക് നോക്കാം. ഞാൻ വായിക്കാം, മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്, ജസ്റ്റ് ഒന്ന് വായിച്ച് പറഞ്ഞിട്ട് നമുക്ക് ബാക്കി ഇതിലിട്ട് കിടക്കാം. At the same time, a charge plus Q appears on the left plate of the second capacitor. രണ്ടാമത്തെ കപ്പാസിറ്ററിന്റെ ലെഫ്റ്റ് പ്ലേറ്റിൽ പ്ലസ് ക്യൂ ചാർജ് അപ്പിയർ ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? ദിസ് ഇസ് ബിക്കോസ് ദ കണ്ടക്ടർ consisting of the right plate of the first capacitor, the left plate of the second capacitor and the wire connecting them was originally uncharged and is insulated from the rest of the circuit. അപ്പോ ഇനിഷ്യലി നമ്മൾ ഇപ്പൊ പറഞ്ഞ സെന്റൻസ് എന്താണ്? ഫസ്റ്റ് കപ്പാസിറ്ററിന്റെ റൈറ്റ് പ്ലേറ്റും സെക്കൻഡ് കപ്പാസിറ്ററിന്റെ ലെഫ്റ്റ് പ്ലേറ്റും ഈ കണ്ടക്ടിങ് വയറും ചേരുന്ന ഈ ഒരു സിസ്റ്റം, ഓക്കെ, ആ ഒരു കണ്ടക്ടർ, അതിപ്പോ ഒരു കണ്ടക്ടറാണ്. അത് ഇനിഷ്യലി അൺചാർജ്ഡ് ആയിരുന്നു. തുടക്കത്തിൽ അതിന് ചാർജ് ഒന്നും ഇല്ലായിരുന്നല്ലോ. ഈ പ്ലസ് ക്യൂ ചാർജ് ഇവിടെ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഇതിൽ ചാർജ് ഇൻഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ദസ് ഈച്ച് കപ്പാസിറ്റർ റിസീവ്സ് എ ചാർജ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ക്യൂ ഓൺ ഈച്ച് ഓഫ് ഇറ്റ്സ് പ്ലേറ്റ്സ്. അപ്പോൾ ഓരോ കപ്പാസിറ്ററും എന്ത് ചെയ്യുന്നു, പിന്നെ ഓരോ പ്ലേറ്റുകളിലും അതിന്റെ എന്താണ് സെയിം ചാർജ് പിന്നെ ഡെവലപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ റിസീവ് ചെയ്യുന്നു, ക്യൂ. ഓക്കെ, ഇനി നമുക്ക് ഓരോ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് കപ്പാസിറ്ററിന്റെ C1 എന്നുള്ള കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? നിങ്ങൾക്കറിയാം, കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ Q/V ആണ്, ശരിയല്ലേ? C is equal to Q/V ആണ്. ഫസ്റ്റ് കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള ചാർജ് എത്രയാണ്? Q ആണ്. ഫസ്റ്റ് കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എത്ര? V1 ആണ്. അപ്പോൾ പിന്നെ C1 ആണ് എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള ഫസ്റ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ്. അപ്പോൾ ഇതില് C1 ഈക്വൽ ടു Q/V1 അല്ലേ? അപ്പൊ V1 എങ്ങനെ എഴുതാൻ പറ്റും? Q/C1. അതുപോലെ V2 Q/C2, V3 Q/C3. ഇതെല്ലാം കൂടി ചേർത്ത് ഇക്വേഷൻ നമ്പർ 1. ഇനി നമ്മൾ പറഞ്ഞു ഈ പൊട്ടൻഷ്യൽ എല്ലാം കൂട്ടുമ്പോഴാണ് നമ്മൾ ആ കോമ്പിനേഷൻ എക്രോസ് ആയി കൊടുക്കുന്ന ടോട്ടൽ പൊട്ടൻഷ്യൽ കിട്ടുക, ശരിയല്ലേ? ആ ബാറ്ററി പ്രൊവൈഡ് ചെയ്യുന്ന EMF-ന് തുല്യമായിട്ടുള്ള. അപ്പൊ അതാ V is equal to V1 plus V2 plus V3 എന്നാണ്, ശരിയല്ലേ? അതായത് V1 plus V2 plus V3 ഇത് മൂന്നും കൂട്ടുമ്പോൾ V കിട്ടുന്നു. കണ്ടോ? ബട്ട് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ സീരീസ് കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് ഇസ് V വോൾട്ട്. V is equal to V1 plus V2 plus V3. ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുന്നു. ഇനി നമ്മൾ പറയുകയാണ്, ഈ സീരീസ് അറേഞ്ച്മെന്റിലെ ഈക്വലന്റ് കപ്പാസിറ്റൻസിനെ CS എന്ന് വിളിക്കുക. ലെറ്റ് CS, S എന്ന് പറഞ്ഞാൽ സീരീസ് എന്ന് സൂചിപ്പിക്കാനാണ്. ലെറ്റ് CS be the equivalent capacitance of the series arrangement, that is the capacitance of a single capacitor that would become charged with the same charge Q when the potential difference across its terminals is V. അപ്പൊ നമ്മൾ ഈ കൊടുക്കുന്ന V വോൾട്ടേജ് ഈ 3 കപ്പാസിറ്ററുകൾക്കുമായിട്ടാണ് പോകുന്നത്. എന്നാൽ ഈ 3 കപ്പാസിറ്ററും ചേർന്ന് ഒറ്റ കപ്പാസിറ്റർ ആണെങ്കിലോ, നമ്മൾ ഈ കൊടുക്കുന്ന V വോൾട്ട് ആ ഒറ്റ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ട് മാത്രമാണ് പോവുക. ആ ഒറ്റ കപ്പാസിറ്റർ ആണ് ഈക്വലന്റ് കപ്പാസിറ്റൻസ്. ഓക്കെ, അതിന്റെ ചാർജും Q തന്നെയാണ്. ഓക്കെ, ഈ 3 കപ്പാസിറ്ററുകളുടെ എന്ന് വെച്ചാൽ ഇവിടെ മറ്റൊരു കപ്പാസിറ്റർ ചേർന്ന് വരികയാണെങ്കിൽ ചാർജ് സെയിം തന്നെയാണ്. മനസ്സിലായില്ലേ? അപ്പോ എന്താണ്, അതാണ് ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ കപ്പാസിറ്ററിന്റെ ഇക്വേഷൻ എങ്ങനെ നിങ്ങൾക്ക് എഴുതാം? അതിന്റെ വോൾട്ടേജ് V, അതിന്റെ ചാർജ് ഡിവൈഡഡ് ബൈ അതിന്റെ കപ്പാസിറ്റൻസ്. അതിന്റെ കപ്പാസിറ്റൻസ് ആണ് നമ്മൾ പറഞ്ഞ ഈക്വലന്റ് കപ്പാസിറ്റൻസ് ആയ CS, ശരിയല്ലേ? അതിന്റെ ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇക്വേഷൻസ് 1, 2 and 3 നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? V is equal to V1 plus V2 plus V3 അല്ലേ? V എന്താണ്? Q/CS, ആ ഈക്വലന്റ് കപ്പാസിറ്റൻസിന്റെ കേസാണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു V1 Q/C1 പ്ലസ് V2 Q/C2 പ്ലസ് V3 Q/C3. ഇതിന്ന് Q ക്യാൻസൽ ചെയ്ത് കളയാം കോമൺ ആയതുകൊണ്ട്. അപ്പൊ 1/CS ഈക്വൽ ടു 1/C1 പ്ലസ് 1/C2 പ്ലസ് 1/C3. അപ്പൊ നോക്കണം, സീരീസില് 3 കപ്പാസിറ്ററുകളെ സീരീസ് ആയി കണക്ട് ചെയ്തപ്പോൾ ഈക്വലന്റ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സീരീസിൽ റെസിപ്രോക്കൽ ഓഫ് ദ ഈക്വലന്റ് കപ്പാസിറ്റൻസ് എന്നത് ഓരോ കപ്പാസിറ്ററുകളുടെയും കപ്പാസിറ്റൻസിന്റെ റെസിപ്രോക്കലുകളുടെ സം ആയിട്ട് കിട്ടി. അപ്പൊ N കപ്പാസിറ്ററുകൾ ഉണ്ടെങ്കിലോ, ഇത് 3 എണ്ണത്തിന്റെ കേസാണ് ഇത്. 1/CS ഈക്വൽ ടു CS എന്ന് പറഞ്ഞാൽ ഈക്വലന്റ് ഇൻ സീരീസ്, ദാറ്റ് ഇസ് ഈക്വൽ ടു എത്ര?
സിഗ്മ ആർ ഈക്വൽ ടു 1 to n 1/cr എന്ന് വെച്ചാൽ ഇവിടെ ആദ്യം ആറിന് പകരം 1 കൊടുക്കുക, സിഗ്മ എന്ന് വെച്ചാൽ സമ്മേഷൻ ആണ്, പ്ലസ് 1/r പകരം 2 കൊടുക്കുക, C2 1/c1 പ്ലസ് 1/c2 പ്ലസ് എക്സെട്ര 1/cn. അപ്പൊ n കപ്പാസിറ്ററുകളെ സീരീസ് ആയി കണക്ട് ചെയ്യുമ്പോഴുള്ള ഈക്വലന്റ് കപ്പാസിറ്റൻസിന്റെ ആ ഒരു ഇക്വേഷൻ ആണ് ഇത്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ ഇതിൽ നമുക്ക് എങ്ങനെ പറയാം ആ ഒരു കൺക്ലൂഷൻ? when a number of capacitors are connected in series, the reciprocal of the equivalent capacitance equals the sum of the reciprocals of the individual capacitance. അപ്പൊ നോക്കുക, ഒരുപാട് കപ്പാസിറ്ററുകളെ സീരീസ് ആയി കണക്ട് ചെയ്യുമ്പോൾ ഈക്വലന്റ് കപ്പാസിറ്റൻസിന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ കപ്പാസിറ്റൻസുകളുടെ റെസിപ്രോക്കലുകളുടെ സമ്മ്. ഒരിക്കൽ കൂടി പറയാം, ഇൻഡിവിജ്വൽ കപ്പാസിറ്റൻസുകളുടെ റെസിപ്രോക്കലുകളുടെ സമ്മാണ് ഈക്വലന്റ് കപ്പാസിറ്റൻസിന്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത്. മനസ്സിലായി? ഇതാണ്. അപ്പൊ ഒരിക്കൽ കൂടി ഇത് വായിച്ചിട്ട് നിർത്താം. when a number of capacitors are connected in series, the reciprocal of the equivalent capacitance equals the sum of the reciprocals of the individual capacitances. അപ്പൊ ഇത്ര എന്ത് ചെയ്യുക, ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ കപ്പാസിറ്ററുകളുടെ സീരീസ് കോമ്പിനേഷൻ നമ്മൾ നോക്കി. ഇനി നമുക്ക് പാരലൽ കോമ്പിനേഷൻ ആണ് പഠിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങളുടെ നോട്ടിലേക്ക് എഴുതുക. അടുത്തത് കപ്പാസിറ്റേഴ്സ് ഇൻ പാരലൽ കോമ്പിനേഷൻ. അപ്പോൾ നമ്മൾ കപ്പാസിറ്ററുകളെ പാരലലായി എങ്ങനെയാണ് കമ്പൈൻ ചെയ്യുന്നത്, അവിടെ ഈക്വലന്റ് കപ്പാസിറ്റൻസ് എങ്ങനെയാണ്, ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടെ 3 കപ്പാസിറ്ററുകൾ നമ്മൾ പാരലൽ ആയി അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അതിന്റെ പ്രത്യേകത എന്താണ്? നോക്കിയാൽ അറിയാം, ഏത് കപ്പാസിറ്റൻസ് എടുത്താലും അതിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആയിരിക്കും. പക്ഷെ സീരീസിൽ അങ്ങനെ ആയിരുന്നില്ല. ഓരോ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസും വ്യത്യാസമായിരുന്നു. ഇവിടെയോ ഏത് കപ്പാസിറ്റർ എടുത്താലും അതിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആണ്. ഇനി അവിടെ എന്തായിരുന്നു? ഏത് കപ്പാസിറ്റർ എടുത്താലും അതിന്റെ ചാർജ് സെയിം ആയിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ചാർജ് വ്യത്യസ്തമാണ്. ഓക്കെ, അപ്പൊ ഇത്രയും അറിയുക. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇനി. അപ്പൊ നോക്കണം, capacitors are said to be connected in parallel when a potential difference that is applied across their combination results in the same potential difference across each capacitor. കണ്ടോ, അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമ്മൾ ഈ കോമ്പിനേഷൻ എക്രോസ് ആയിട്ട് കൊടുക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണോ അത് തന്നെയാണ് ഓരോ കപ്പാസിറ്ററിന് എക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസും. ഓക്കെ, ഒരിക്കൽ കൂടി വായിക്കാം. Capacitors are said to be connected in parallel when a potential difference that is applied across their combination results in the same potential difference across each capacitor. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ, അപ്പോൾ നമ്മൾ 3 കപ്പാസിറ്ററുകൾ കൺസിഡർ ചെയ്യുകയാണ്. C1, C2, C3. ഈ പോയിന്റ് നമ്മൾ സെല്ലിന്റെ പോസിറ്റീവുമായി കണക്ട് ചെയ്യുന്നു, ഇവിടെ സെല്ലിന്റെ നെഗറ്റീവുമായി കണക്ട് ചെയ്യുന്നു. ബാറ്ററിയുടെ പോസിറ്റീവ്, ബാറ്ററിയുടെ നെഗറ്റീവ്. ഓക്കെ, സെല്ലുകളുടെ കോമ്പിനേഷനാണ് ബാറ്ററി. അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കും. ഓക്കെ, അപ്പൊ നോക്കി, കൺസിഡർ 3 capacitors of capacitances C1, C2 and C3 connected in parallel. Let this parallel combination be connected to a source of EMF which gives a potential difference of V volt. അപ്പൊ ഈ കോമ്പിനേഷനെ നമ്മൾ എന്താണ്, ഒരു EMF സോഴ്സുമായി കണക്ട് ചെയ്തു. അതാണ് നമ്മുടെ ബാറ്ററി. അപ്പൊ അത് എത്ര പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് കൊടുക്കുന്നത്? V വോൾട്ട് ആണ് കൊടുക്കുന്നത്. ഇനി നോക്കുക, ഇവിടെ ഏത് കപ്പാസിറ്റർ എടുത്താലും അതിന് എക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആയിരിക്കും. കാര്യം എന്താണ്? ഈ കപ്പാസിറ്റർ കണക്ട് ചെയ്തിരിക്കുന്ന ബാറ്ററി കണ്ടോ ഇങ്ങനെയാണ്, ശരിയല്ലേ? ഈ പോയിന്റ് കണക്ട് ചെയ്തിരിക്കുന്ന ബാറ്ററിയുടെ പോസിറ്റീവിലേക്കാണ്, ഇവിടെ പോസിറ്റീവ് നെഗറ്റീവിലേക്കാണ്. അപ്പൊ അതിന് എക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബാറ്ററിയുടെ EMFന് സമമായ V വോൾട്ട് തന്നെയാണ് ബാറ്ററി കൊടുക്കുന്ന. ഇനി ഈ C2 എന്നുള്ള കപ്പാസിറ്റർ എടുത്താലും കണ്ടോ, ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടോ എങ്ങനെയാണ്? ബാറ്ററിയുമായി സ്ട്രൈറ്റ് കണക്റ്റഡ് ആണ്. ഇവിടെയോ സ്ട്രൈറ്റ് കണക്റ്റഡ് ആണ്. അപ്പൊ 3 പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആണ്. ഇനി നമുക്കറിയാം, പിന്നെ ഇവിടെ പോസിറ്റീവുമായി കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജ് വരും, ശരിയല്ലേ? പോസിറ്റീവ് ചാർജ് ഇതാ ഇങ്ങനെ വന്നിട്ട് ഇവിടെ വന്നിട്ട് അതെന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്തു പോകും 3 കപ്പാസിറ്ററുമായിട്ട്. എന്ന് വെച്ചാൽ Q ചാർജ് ആണ് വരുന്നതെങ്കിൽ, ഇവിടെ നിന്നും പോസിറ്റീവ് ചാർജ് Q ആണ് വരുന്നതെങ്കിൽ അത് ഇങ്ങോട്ട് Q1 എമൗണ്ട് പോവും, ഇങ്ങോട്ട് Q2 പോവും, ഇങ്ങോട്ട് Q3 പോവും. എല്ലാം കൂട്ടുമ്പോൾ Q ആയിരിക്കും. അപ്പൊ 3 കപ്പാസിറ്റർ എടുത്താലും ചാർജ് വ്യത്യാസമാണ്. ഇവിടെ Q1, ഇവിടെ Q2, ഇവിടെ Q3. കപ്പാസിറ്റൻസ് അനുസരിച്ച് മാറും. ഓക്കെ, മനസ്സിലായോ?
അപ്പൊ ഈ പ്ലസ് ചാർജ് ഇതാ ഇവിടെ വന്നു, അതായത് ഇവിടെ ക്യൂ പോസിറ്റീവ് ചാർജ് ക്യൂ ഇങ്ങനെ വരുന്നു, അത് Q1 ആയി ഇവിടെ വരുന്നു അല്ലേ. അപ്പൊ ഇത്രയും ചാർജ് ഇവിടെ വന്നു. സെയിം ഞാൻ ഇപ്പൊ വരച്ചപ്പോൾ മൂന്നിടത്ത് സെയിം ആണ്, പക്ഷെ എന്താണ് സെയിം ആവണമെന്നില്ല, അതാണ് ജനറൽ കേസ്. കപ്പാസിറ്റൻസ് അനുസരിച്ച് അത് മാറും. അപ്പോ നോക്കണം, ഇവിടെ ഈ പ്ലസ് ചാർജ് വന്നു. അപ്പൊ ഈ പ്ലസ് ചാർജ് എന്ത് ചെയ്യും? ഇലക്ട്രോണുകളെ അട്രാക്ട് ചെയ്യും, ശരിയല്ലേ? ഇലക്ട്രോണുകൾ ഇവിടെ നിന്ന് ഇങ്ങനെ പോവുകയാണ്. അപ്പൊ ആ പോകുന്ന ഇലക്ട്രോണുകൾ എന്ത് ചെയ്യും? ഈ പ്ലസ് ചാർജ് അട്രാക്ട് ചെയ്ത് ഇവിടെ നെഗറ്റീവ് ചാർജ് ആവും. അങ്ങനെയാണ് ഈ കപ്പാസിറ്റർ ഇവിടെ ചാർജ്ഡ് ആകുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ 3 കപ്പാസിറ്റർ എടുത്താലും എന്തു തന്നെയാണ്, വോൾട്ടേജ് സെയിം തന്നെയാണ്, പക്ഷേ ചാർജ് വ്യത്യാസമാണ്. എന്ന് വെച്ചാൽ ഈ സർക്യൂട്ടിലെ ടോട്ടൽ ചാർജ് എന്നത് ഇവിടെയുള്ള ചാർജ് പ്ലസ് ഇവിടെയുള്ള ചാർജ് പ്ലസ് ഇവിടെയുള്ള ചാർജ്. ഇവിടെ Q1 ആണ്, Q2 ആണ്, Q3 ആണെങ്കിൽ Q1 പ്ലസ് Q2 പ്ലസ് Q3 ആയിരിക്കും എന്ത്? ടോട്ടൽ ചാർജ്. മനസ്സിലായോ? ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോവുകയാണ്. ഈ 3 കപ്പാസിറ്റൻസുകളെയും എങ്ങനെ കമ്പൈൻ ചെയ്യാമെന്ന് നോക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇത് നോക്കിക്കേ. സിൻസ് ദ കപ്പാസിറ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ, therefore the potential difference across each capacitor will be the same, that is V. ശരിയല്ലേ? However, the charges Q1, Q2 and Q3 on different capacitors will be different. അത് നമ്മൾ പറഞ്ഞതാണ്. If Q is the total charge on the parallel network, then Q is equal to Q1 plus Q2 plus Q3. ശരിയല്ലേ? ഓക്കെ, അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുന്നു. ഇനി ഈ പാരലൽ കോമ്പിനേഷന്റെ ഈക്വലന്റ് കപ്പാസിറ്റൻസ്, അതായത് ഇത് 3ഉം ചേർന്ന് ഒറ്റ കപ്പാസിറ്റർ ആവുകയാണെങ്കിൽ അയാളുടെ കപ്പാസിറ്റൻസിനെ നമ്മൾ CP എന്ന് വിളിക്കുന്നു. P for parallel. Let CP be the equivalent capacitance of the parallel combination. ഓക്കെ, ഇനി ഈ ഈക്വലന്റ് കപ്പാസിറ്ററിനെ കപ്പാസിറ്റൻസിനെ എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം? An equivalent capacitance may be defined as the capacitance of a single capacitor which would acquire the same total charge Q with the same potential difference V. അപ്പൊ ഈക്വലന്റ് കപ്പാസിറ്റൻസിനെ എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുക? ഈ ടോട്ടൽ ചാർജ് Q ഉള്ള ഇതേ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് എക്രോസ് ആയി കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സിംഗിൾ കപ്പാസിറ്റർ, അതിന്റെ കപ്പാസിറ്റൻസ് ആണ് ഈക്വലന്റ് കപ്പാസിറ്റൻസ്. മനസ്സിലായോ? ഈ 3ഉം ചേരുന്ന ഒറ്റ കപ്പാസിറ്റൻസ് ആണെങ്കിൽ അതിലെ ചാർജ് Q ആണ്, അതിന് എക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈ V ആണ്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ the equivalent capacitance may be defined as the capacitance of a single capacitor which would acquire the same total charge Q with the same potential difference V. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? നിങ്ങൾക്കറിയാം, കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ ചാർജ് ബൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്, പൊട്ടൻഷ്യൽ. അപ്പോ Qനെ എങ്ങനെ എഴുതാം? C into V. അപ്പോ ഈ ടോട്ടൽ ചാർജ് Q എന്നത് നമ്മളൊരു സിംഗിൾ കപ്പാസിറ്ററിനെ കൺസിഡർ ചെയ്യാൻ നമ്മൾ പറഞ്ഞല്ലോ. ഈ 3ഉം ചേരുന്ന ഒരു സിംഗിൾ കപ്പാസിറ്റർ ആണെങ്കിൽ അയാളുടെ ചാർജ് Q ആണ്, കാര്യം ടോട്ടൽ ചാർജ്. ദാറ്റ് ഈസ് ഈക്വൽ ടു അയാളുടെ കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇത് 3ന്റെയും കോമ്പിനേഷൻ ആണ്. പാരലൽ കണക്ഷൻ ആയതുകൊണ്ട് അതിനെ CP എന്ന് വിളിക്കുന്നു. ഇൻറ്റു വോൾട്ടേജ് ഏതാണ്? വോൾട്ടേജ് ഏത് കപ്പാസിറ്റർ എടുത്താലും സെയിം തന്നെയാണ്. അപ്പൊ ഇത് ചേരുന്ന ഒറ്റ കപ്പാസിറ്റർ ആണെങ്കിൽ അത് കണക്ട് ചെയ്തിരിക്കുന്ന ഈ ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനലുകളിലാണ്. അപ്പോ V എന്നത് സെയിം തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് ഓരോ കപ്പാസിറ്റൻസിനും എങ്ങനെയായിരിക്കും? ഇപ്പോ ഈ C1 എന്നുള്ള കപ്പാസിറ്റൻസിന് എങ്ങനെയാണ്? C1 എന്നുള്ള കപ്പാസിറ്റൻസിന്റെ ചാർജ് Q1 ആണെന്ന് അറിയാം. അതെങ്ങനെയാണ് നമുക്ക് എഴുതാൻ പറ്റുക? C1 ഇൻറ്റു V. V മാറുന്നില്ലല്ലോ, എവിടെയും V സെയിം തന്നെയാണ്. അപ്പൊ Q1 ഈക്വൽ ടു C1V. സിമിലർലി Q2 ഈക്വൽ ടു C2V. അതുപോലെ തന്നെ Q3 ഈക്വൽ ടു C3V. ഇതിനെ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുന്നു. 1ഉം 2ഉം കമ്പൈൻ ചെയ്യുന്നു. 1 എന്താ പറയുന്നത്? Q is equal to Q1 plus Q2 plus Q3. ഇവിടെ Qന് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? CP into V കൊടുക്കുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു Q1ന് പകരം C1V കൊടുക്കുന്നു, പ്ലസ് Q2ന് പകരം C2V കൊടുക്കുന്നു, പ്ലസ് Q3ക്ക് പകരം C3V കൊടുക്കുന്നു. ഇതിനകത്ത് കോമൺ ആയിട്ടുള്ളത് ആരാണ്? അതെ, V ആണ്. ആ V നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. അപ്പൊ എന്ത് കിട്ടി? CP ഈക്വൽ ടു C1 പ്ലസ് C2 പ്ലസ് C3. മനസ്സിലായോ? അപ്പോ N കപ്പാസിറ്ററുകൾ. അപ്പോ ഇതിന് എന്ത് മനസ്സിലായി നിങ്ങൾക്ക്? 3 കപ്പാസിറ്ററുകൾ പാരലലായി കണക്ട് ചെയ്തപ്പോൾ എന്ത് പറ്റി? ഈക്വലന്റ് കപ്പാസിറ്റൻസ് എങ്ങനെ കണ്ടുപിടിച്ചു? ഓരോ കപ്പാസിറ്റൻസും എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. മനസ്സിലായോ? അപ്പൊ അതേ നോക്കിക്കേ, ഫോർ N കപ്പാസിറ്റേഴ്സ്. അപ്പൊ N കപ്പാസിറ്റേഴ്സ് ആണ് കണക്റ്റഡ് ആയിരുന്നെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? CP ഈക്വൽ ടു സിഗ്മ R ഈക്വൽ ടു 1 to N CR എന്ന് വെച്ചാൽ ഇവിടെ R-ന് 1 കൊടുക്കുക C1 സിഗ്മ, അതുകൊണ്ട് പ്ലസ് R-ന് 2 കൊടുക്കുക C2, R-ന് 3 കൊടുക്കുക C3. അപ്പോൾ N-ന് 3 കപ്പാസിറ്ററുകളാണെങ്കിൽ ഇത് കിട്ടും.
4 C1 പ്ലസ് C2 പ്ലസ് C3 പ്ലസ് C4. അപ്പൊ ഇതിന് എങ്ങനെ കൺക്ലൂഷനിലേക്ക് എത്താം? എത്ര കപ്പാസിറ്ററുകളാണെങ്കിലും നിങ്ങൾ പാരലായി കണക്ട് ചെയ്താൽ ഇക്വലന്റ് കപ്പാസിറ്റൻസ് എന്തായിരിക്കും? ഇൻഡിവിജ്വൽ കപ്പാസിറ്റൻസുകളുടെ സം ആയിരിക്കും. പക്ഷേ സീരീസിൽ അങ്ങനെ ആയിരുന്നില്ല. ഇക്വലന്റ് കപ്പാസിറ്റൻസിന്റെ റെസിപ്രോക്കൽ എന്നത് ഇൻഡിവിജ്വൽ കപ്പാസിറ്റൻസുകളുടെ റെസിപ്രോക്കലുകളുടെ സമ്മാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇക്വലന്റ് കപ്പാസിറ്റൻസ് ഇൻഡിവിജ്വൽ കപ്പാസിറ്റൻസുകളുടെ സമ്മാണ്, നേരിട്ട് സമ്മാണ്. ഓക്കെ, അപ്പൊ ആ കൺക്ലൂഷൻ ഒന്ന് വായിക്കുകയാണ്. വെൻ എനി നമ്പർ ഓഫ് കപ്പാസിറ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ, the equivalent capacitance equals the sum of the individual capacitances. അപ്പോൾ ക്ലിയർ ആയല്ലോ പറഞ്ഞത്? ഓക്കെ, അപ്പൊ ഇത്രയും നിങ്ങളുടെ നോട്ടിലേക്ക് ഒന്ന് എഴുതുക. അപ്പോൾ നമുക്ക് സീരീസ് കണക്ഷനെയും പാരലൽ കണക്ഷനെയും ഒന്ന് കമ്പയർ ചെയ്താലോ? ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഒരു കപ്പാസിറ്ററിന്റെ നെഗറ്റീവ് പ്ലേറ്റ് എന്ത് ചെയ്തിരിക്കുകയാണ്? അടുത്ത കപ്പാസിറ്ററിന്റെ പോസിറ്റീവ് പ്ലേറ്റിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. ശരിയല്ലേ? എന്ന് വെച്ചാൽ എങ്ങനെയാണ്? ഇപ്പൊ നിങ്ങൾ ഇങ്ങനെയല്ലേ കണക്ട് ചെയ്തത്? അപ്പൊ ഇത് പോസിറ്റീവ് ആണെങ്കിൽ ഇപ്പുറത്ത് നെഗറ്റീവ് ആണ്, അടുത്ത പ്ലേറ്റ് പോസിറ്റീവ് ആണ്. ശരിയല്ലേ? എന്ന് വെച്ചാൽ ഒരു കപ്പാസിറ്ററിന്റെ നെഗറ്റീവ് പ്ലേറ്റ് അടുത്ത കപ്പാസിറ്ററിന്റെ പോസിറ്റീവ് പ്ലേറ്റിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെയാണ്. ഇനി എന്നാൽ പാരലൽ എങ്ങനെയാണ്? എല്ലാ കപ്പാസിറ്ററുകളുടെ പോസിറ്റീവ് പ്ലേറ്റും ഒറ്റ ടെർമിനലിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. ശരിയല്ലേ? ഇതാ ഇങ്ങനെ എല്ലാ കപ്പാസിറ്ററുകളുടെ പോസിറ്റീവ് പ്ലേറ്റും ഒറ്റ ടെർമിനലിലേക്ക് ഇതാ ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുകയാണ്. നെഗറ്റീവ് പ്ലേറ്റുകളും ഒറ്റ ടെർമിനലിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഒരു കപ്പാസിറ്ററിന്റെ നെഗറ്റീവ് പ്ലേറ്റ് അടുത്ത കപ്പാസിറ്ററിന്റെ പോസിറ്റീവ് പ്ലേറ്റിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത പോയിന്റ്, സീരീസ് കണക്ഷനിൽ ഏത് കപ്പാസിറ്റർ എടുത്താലും സെയിം ആയിട്ടുള്ളത് ചാർജ് ആണ്. ചാർജ് ഓൺ ഈച്ച് കപ്പാസിറ്റർ ഈസ് സെയിം. എന്നാൽ പാരലലിലോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഈച്ച് കപ്പാസിറ്റർ ഈസ് സെയിം. ഇനി സീരീസിൽ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് വ്യത്യാസമാണ്. എന്ന് വെച്ചാൽ ഓരോന്നിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ സം ആയിരിക്കും എത്ര? ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പൊ V is equal to V1 plus V2 plus V3. എന്നാൽ പാരലൽ എങ്ങനെയാണ്? ടോട്ടൽ ചാർജ് എന്നതാണ് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഓരോ കപ്പാസിറ്ററുകളിലെ ചാർജ് Q1 plus Q2 plus Q3 equal to Q ആയിരിക്കും. ഇനി നാലാമത്തെ പോയിന്റ് എന്താണ്? സീരീസിൽ എങ്ങനെയാണ് ഇക്വലന്റ് കപ്പാസിറ്റൻസ് നമ്മൾ കണ്ടുപിടിച്ചത്? 1/C സീരീസ് ഈക്വൽ ടു 1/C1 plus 1/C2 plus etc 1/Cn. എന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽ കപ്പാസിറ്റൻസുകളുടെ റെസിപ്രോക്കലുകളുടെ സമ്മാണ് ഈക്വലന്റ് കപ്പാസിറ്റൻസിന്റെ റെസിപ്രോക്കൽ. പാരലൽ എങ്ങനെയാണ്? ഇൻഡിവിജ്വൽ കപ്പാസിറ്റൻസുകളുടെ സമ്മാണ് ഈക്വലന്റ് കപ്പാസിറ്റൻസ് പാരലല്. ഇനി നമ്മൾ പറഞ്ഞു സീരീസിൽ കണക്ട് ചെയ്തപ്പോൾ എന്താ പറ്റിയത്? കപ്പാസിറ്റൻസ് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്തത്. മനസ്സിലായോ? അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി പറയാം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, സീരീസ് കണക്ഷൻ എന്തിനാണ് എന്ന് ചോദിച്ചാൽ ഈക്വലന്റ് കപ്പാസിറ്റൻസ് ഡിക്രീസ് ആവും. മനസ്സിലായോ? കപ്പാസിറ്റൻസ് കുറയും. എന്ന് വെച്ചാൽ ഇപ്പൊ ഉള്ള 3 എണ്ണമാണ്. ഇപ്പൊ 1, 2, 3 ഇത് സീരീസിൽ കണക്ട് ചെയ്താൽ ഇതിന്റെ കപ്പാസിറ്റൻസ് ഡിക്രീസ് ചെയ്യും. മനസ്സിലായോ? അപ്പൊ അതിന്റെ എക്സാമ്പിൾ നമ്മൾ ഇനി പറയും. അതുപോലെ പാരലൽ കണക്ട് ചെയ്താൽ കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യും. കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യുന്ന പറഞ്ഞാൽ ഇൻഡിവിജ്വൽ കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നല്ല, ഈക്വലന്റ് കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യാൻ നല്ലത് പാരലൽ കണക്ഷൻ ആണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇനി പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഈ 5ാമത്തെ പോയിന്റ് കൃത്യമായി ഒന്ന് ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. കപ്പാസിറ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് ടു ഡിക്രീസ് ദ കപ്പാസിറ്റൻസ്. എന്നാൽ മറ്റേതോ കപ്പാസിറ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ ടു ഇൻക്രീസ് ദ കപ്പാസിറ്റൻസ്. അപ്പൊ ഇത്ര എന്ത് ചെയ്യുക? ഒന്ന് മനസ്സിലാക്കുക, വ്യക്തമായി പഠിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? നിങ്ങളുടെ നോട്ടിലേക്ക് എഴുതുക. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.